ഹലോ അസ്സലാമു അലൈക്കും. ഞാനേ മക്ക ബസ്സിൽ ഡ്യൂട്ടി തുടങ്ങിയിട്ട് ഒരു 4 കൊല്ലം ആവാനായിട്ടോ 2022 തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഏറ്റവും കൂടുതൽ ഓടിയ റൂട്ട് എന്ന് പറയുന്നത് 4-ാം നമ്പർ ആണ് ഇവിടെ മക്ക ബസ്സിൽ 4-ാം നമ്പർ റൂട്ട് അസിസിയെ കൂടെ പോണേ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിയത്. അപ്പോൾ ഈ 4-ാം നമ്പർ റൂട്ടിൽ തന്നെ മക്കയിലെ ഏറ്റവും കൂടുതൽ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുള്ള റൂട്ട് ഈ 4-ാം നമ്പറാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് 4-ാം നമ്പറിൽ. അപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി എങ്ങനെയൊന്ന് കാണിക്കാനും വേണ്ടിയാണ്, അതായത് ഹറമിന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോകാന്നുള്ള ആ കാര്യങ്ങളൊന്ന് കാണിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഗസയിലേക്ക് പോയി ഗസയിൽ തുടങ്ങാം. കാരണം 4-ാം നമ്പറിന്റെ ഹറമിലെ ടെർമിനലാണ് ഗസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുന്ന് തുടങ്ങാം. അപ്പൊ ടിക്കറ്റ് എടുക്കണം എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്, ഏതൊക്കെ സ്റ്റോപ്പിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഞാനിതപ്പോൾ ഗസ ടെർമിനലിന്റെ അവിടെ എത്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെർമിനലാണിത്, അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ഇവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് 4 റിയാലേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ബസ് കയറണ്ട, നമുക്ക് മസ്ജിദുൽ റായം, മസ്ജിദുൽ ഷജറയും കാണുന്നത് ഈ ഏരിയയിൽ തന്നെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ മീന കാണുന്നത് മസ്ജിദുൽ റായി, അപ്പുറത്ത് കാണുന്നത് മസ്ജിദുൽ ഷജറ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ ഇതാണ് മസ്ജിദ് റായി. ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊന്നും ഞാൻ അധികം പറയില്ല. പണ്ട് മക്ക വിജയത്തിന് ശേഷം കൊടി ഉയർത്തിയ സ്ഥലമാണ് ഈ സ്ഥലം. അതിനുശേഷം പിന്നീട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് മസ്ജിദ് റായി. ഇതിൻ്റെ നേരെ അവിടെ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന ആ പള്ളിയാണ് മസ്ജിദ് ഷജറ. ആ ഷജറ എന്ന് പറഞ്ഞാൽ അവിടെ ആയിരുന്നു പണ്ടൊരു മരം ഉണ്ടായിരുന്നേ. അപ്പോൾ നബി വിളിച്ചപ്പം ആ മരം നബിൻ്റെ കൂടെ വന്നെന്നുള്ള ചരിത്രങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഒരു പള്ളി ഉള്ളത്. ആ പള്ളിൻ്റെ പേരാണ് മസ്ജിദ് ഷജറ. മക്കയിൽ നിന്ന് അതായത് ഹറമിലേക്ക് വരുമ്പോൾ മക്കയുടെ 2 കവാടം പോലെയാണ് ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഈ 2 പള്ളി നിൽക്കുന്നത്. അപ്പം ഈ മസ്ജിദ് ഷജറ, ഈ മസ്ജിദ് ഷജറിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അങ്ങേ അറ്റത്തുള്ളതാണ് മസ്ജിദുൽ ജിന്ന്. അപ്പോൾ നമുക്ക് മസ്ജിദുൽ ജിന്നിലേക്കൊന്ന് പോയോക്കാം. അപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റത്തേക്കൊന്ന് പോയോക്കാം. മസ്ജിദുൽ ഷജറിൻ്റെ തൊട്ട് പുറകുന്നാണ് മക്ബറത്തുൽ മുഅല്ലൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്, ഇതിൻ്റെ കവാടം വരുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങി ജിന്ന് പള്ളീൻ്റെ ഒക്കെ പുറകിൽ അതിൽ കൂടെ ഒക്കെ പോയിട്ട് ഏകദേശം മക്ബറത്തുൽ മുഅല്ല ഖദീജ ബീവിൻ്റെ ഖബറിൻ്റെ ആ ഏരിയയുള്ള ഭാഗം വരെ അതാണ് അതിൻ്റെ അവസാനം. ഇവിടെ നിന്നാണ് മക്ബറത്തുൽ മുഅല്ല തുടങ്ങുന്നത്. ഇതാണ് ജിന്ന് പള്ളി. അപ്പോൾ മസ്ജിദുൽ ഷജറിൻ്റെ ആ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ് ജിന്ന് പള്ളി ഉള്ളത്. അപ്പോൾ ചരിത്രം കാര്യങ്ങളും കുറേ ഉണ്ട്. പണ്ട് നബി ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തെന്നൊക്കെ പറയുന്ന സ്ഥലമാണത്. അവിടെയാണ് ഇപ്പോൾ ഈ പള്ളി ഉള്ളത്. പിന്നെ ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങേ അറ്റത്തോടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാലാണ് മക്ബറത്തുൽ മുഅല്ല ഖദീജ ബീവിൻ്റെ ഖബറൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 4-ാം നമ്പർ ബസ് വരും. അതിൽ കയറി തൊട്ടടുത്ത സ്റ്റോപ്പിലെത്തി അവിടെ ഇറങ്ങിയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് മക്ബറത്തുൽ മുഅല്ലൻ്റെ ഖദീജ ബീബിയുള്ള ഖബറുള്ള ആ ഒരു ബ്ലോക്കിലാണ്. ഇവിടുന്ന് ജബലന്നൂർക്കുള്ള ബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 9H എന്ന് പറഞ്ഞ വണ്ടി കയറുകയാണെങ്കിൽ നമുക്ക് ജബലന്നൂരിലേക്ക് നേരിട്ട് പോകാം. അതേപോലെ 9H ജബലന്നൂരിന് നേരെ തിരിച്ചും വരാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ജബലന്നൂരിലേക്ക് കയറാം. അതിന് ശേഷം നമുക്ക് ജബലന്നൂരിലേക്ക് ഇപ്പോൾ നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് 4-ാം നമ്പർ റൂട്ടിൽ കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ മക്ബറത്തുൽ മുഅല്ല, അതിനുശേഷം മക്ബറത്തുൽ ആദിൽ, ജബലന്നൂർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ജബലന്നൂർ കാണണമെങ്കിൽ കയറാതെ അങ്ങനെ കാണാം. അതിനുശേഷം നമുക്ക് സംസം ഫാക്ടറിയിൽ പോകണം, സംസം ടാങ്കർ ഫില്ല് ചെയ്യണ ഔട്ട്ലെറ്റ്, അങ്ങനത്തെ അതിലേക്കൊക്കെ പോകാം. പിന്നെ ജബൽ സൗർ, മുസ്തലിഫ റെയിൽവേ സ്റ്റേഷൻ, ജംറാത്ത്, മസ്ജിദുൽ ബയ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ് ഈ 4-ാം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 4-ാം നമ്പർ വണ്ടി കയറിയിട്ട് നമുക്ക് ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ജബലന്നൂർ കയറാൻ പോവുകയാണെങ്കിൽ 9H തന്നെ കയറണം. അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് മല കയറി തിരിച്ച് അതേപോലെ 9H തന്നെ തിരിച്ചു വരാം. ഈ ജബലന്നൂർ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് 4-ാം നമ്പർ വണ്ടി കയറിയിട്ട് നമ്മളങ്ങേ അറ്റം വരെ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് 4-ാം നമ്പർ ജബലന്നൂറിൻ്റെ അടിയിൽ കൂടെ അല്ല, കുറച്ച് ദൂരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ 4-ാം നമ്പറും കണ്ടിട്ട് 4-ാം നമ്പറിൽ ജബലന്നൂറും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതായാലും മക്ബറത്തുൽ മുഅല്ലയും കൂടി പോയിട്ട് നമുക്ക് 4-ാം നമ്പറിൽ കയറിയിട്ട് നമുക്ക് അസീസിയ വഴി നമുക്ക് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം. അപ്പം വരി. അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പോൾ 4-ാം നമ്പർ വണ്ടി കയറിയിട്ടോ ജിന്ന് പള്ളീൻ്റെ അവിടെ നിന്ന്. തൊട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ് മക്ബറത്തുൽ മുഅല്ല. നമുക്ക് നടന്നാലും അവിടെ എത്തും. വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കയറണമല്ലേ. ഞാൻ പിന്നെ അവിടെ നിന്ന് കയറി 4-ാം നമ്പറിൽ കയറി ഇനി ജന്നത്തുൽ മുഅല്ലൻ്റെ ഷോപ്പിൽ ഇറങ്ങുകയാണ്. ഇതാണ് മക്ബറത്തുൽ മുഅല്ലൻ്റെ ഗേറ്റ്. നമ്മളൊന്ന് പോയോക്കാം. ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം കേട്ടോ. നല്ല തിരക്കുള്ള റോഡായിരിക്കും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്യാം. നമ്മൾ വണ്ടി മാത്രമല്ല പോലീസിനും സൂക്ഷിക്കണം. കാരണം എനിക്ക് മുമ്പ് ഒരു 100 റിയാൽ ഇവിടെ നിന്ന് ഫൈൻ കിട്ടിയതാണ്. ഡ്യൂട്ടി സമയത്ത് ടെർമിനലിൽ വണ്ടി ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തതിന്. അപ്പോൾ ഒരു CID ഉണ്ട്, അതിന് പിടിച്ച് കിട്ടി 100 റിയാൽ ഫൈൻ ഇക്കാമേൽ. അതപ്പോൾ തന്നെ അടച്ചിട്ടോ. അപ്പോൾ ഞാൻ മക്ബറത്തുൽ മുഅല്ലൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം.
അപ്പം നമുക്ക് കബർ കാണാം കേട്ടോ. ഇവിടെ കാണുന്നതൊക്കെ കബറുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് കുട വെച്ചാണ്. ഇനിയിപ്പോൾ കബർ കണ്ടുപിടിക്കണമെങ്കിലും കാണാനും പോകണമെങ്കിലൊക്കെ കുട ഇവിടെ വെച്ചിട്ട് നമുക്ക് കുട എടുത്തിട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് അതേപോലെ ഇവിടെ വെച്ചാൽ മതി. നമ്മളതിൽ കൂടെ കയറിയിട്ട് നേരെ ഇതിൽ നടക്കണം. നേരെ ഈ തണലത്തിൽ കൂടെ അങ്ങോട്ട് നടന്നാൽ നേരെ അവിടെ എത്തുന്നവരെ ഇതുപോലത്തെ മേൽക്കൂരുണ്ട് വെയിൽ കൊള്ളാതെ വെക്കാൻ. അപ്പോൾ ഖദീജ ബീവിൻ്റെ ഖബറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് അസീസിയ വഴി ജംറ വഴി നമുക്ക് കുദായിലേക്കാണ്. സംസം ഫാക്ടറി അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ജബൽ സൗർ വഴിയിലാണുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. മക്ബറത്തുൽ മുഅല്ല എന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങി അതേ സ്റ്റോപ്പിലേക്ക് വരിക. അതേ സ്റ്റോപ്പിലേക്ക് വന്നിട്ട് അതേ സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി അതേ വണ്ടി 4 നമ്പർ കയറുക. 4 നമ്പർ കയറിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മക്ബറത്തുൽ മുഅല്ലൻ്റെ അവിടെ നിന്ന് 4 നമ്പർ വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ പോവാണ്. അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഇനി ഈ സ്റ്റോപ്പാണ് കേട്ടോ മസ്ജിദുൽ ഇജാബൻ്റെ സ്റ്റോപ്പ്. മസ്ജിദ് ഇജാബൻ്റെ സ്റ്റോപ്പ് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ 142, ഇങ്ങോട്ട് വരുമ്പം 143. അപ്പോൾ ആ മിനാരം കാണുന്നതാണ് മസ്ജിദുൽ ഇജാബ. ഈ സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങണില്ല, തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം. അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങില്ല, അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജംറൻ്റെ സ്റ്റോപ്പ്. 438 നമ്പർ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം. ഓപ്പോസിറ്റ് ബിന്ദാവൂദ് കാണാൻ പറ്റും. ബിന്ദാവൂദിൻ്റെ പുറകിലാണ് നമ്മളെ ജംറാത്ത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങില്ല, തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം. ഇതാണ് കേട്ടോ അസീസിയയിലെ മെയിൻ ഷോപ്പിംഗ് ഏരിയ ഇതാണ്. ഈ സ്റ്റോപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 162 ആണ്. ഈ 162 നമ്പർ സ്റ്റോപ്പിൽ ഇറങ്ങി മുന്നോട്ട് നടന്നാൽ ബവാരിസ് മാൾ ഉണ്ടാവും. അതിന് ശേഷം പുറകോട്ട് നടന്നാൽ ഫാമിലി മാൾ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് ടോപ്പ് 10 അങ്ങനെ കുറേ ഡിസ്കൗണ്ട് ടവർ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ജബൽ സൗറിൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടോ. ജബൽ സൗറിൻ്റെ സ്റ്റോപ്പിൻ്റെ പേര് മസ്ജിദുൽ മിഹ്റാബിയാണ്. സ്റ്റോപ്പ് നമ്പർ 194. നമ്മൾ ഹറമെന്ന് വരുമ്പം കുദായിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ജബൽ സൗറിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതാണ്, ഈ റോഡ് ക്രോസ് ചെയ്താലേ ജബൽ സൗറിലേക്കും കൾച്ചർ സെൻറ്ററിലേക്കും പോകാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഹെവി ട്രാഫിക്കുമാണ്. പോരാത്തതിന് ഇവിടെ പാലോ സീബ്ര ക്രോസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ജബൽ സൗർ മുകളിലേക്ക് ജബൽ സൗർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവില്ല. നമുക്കിപ്പോൾ നേരെ കുദായിലേക്ക് പോകാം. കുദായിൽ പോയിട്ട് സംസം ഫാക്ടറി കണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ റോഡിന് നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റോപ്പ് കിട്ടും. നമുക്ക് എന്നിട്ട് അവിടെ ഇറങ്ങാം. നമുക്ക് ഇതിൻ്റെ 2 കമ്പനിക്കാരും കൂടി കിട്ടുന്നു കേട്ടോ. ഒന്ന് റാഷിദ്, ഒന്ന് ഷുഹൈദ്. അപ്പോൾ ഒരു റവാബിൻ്റെ കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സായിട്ട്, ബസ്സിൻ്റെ കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സായിട്ട് ഹജ്ജ് ഡ്യൂട്ടിക്ക് വന്നതാണ്. അപ്പോൾ ഓല കിട്ടി. ഇനി കുറച്ച് നേരം ഓലയും കൊണ്ട് പോകാൻ നമുക്ക്. ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തുന്നു കേട്ടോ. കുദായി ലാസ്റ്റ് സ്റ്റോപ്പ് 29. ഞാൻ കുദായിലെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഈ റോഡില്ലേ, ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്താൽ സംസം ഫാക്ടറിയിലെ സംസം ടാങ്കറിൽ ഫില്ല് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ സ്റ്റോപ്പാണ് കേട്ടോ കുദായിൻ്റെ 4 നമ്പറിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ക്ലോക്ക് ടവർ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഹറമ്. 5 നമ്പർ ബസ് ഹറമിൻ്റെ അജിയാദ് ടെർമിനലിൽ നിന്ന് കയറുകയാണെങ്കിൽ 5 നമ്പർ ബസ് അവിടുന്ന് ഇങ്ങോട്ട് ഈ വഴിക്കാണ് വരിക. ഇനിയിപ്പോൾ സംസം ഫാക്ടറിയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ 5 നമ്പർ കയറിയാൽ 5 മിനിറ്റിൽ ഈ സ്ഥലത്തെത്തും. ഇതാണ് കേട്ടോ സംസം ഫാക്ടറിയിലെ സംസം ടാങ്കറിലേക്ക് ഫില്ല് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഒരു പൈപ്പ് കാണില്ലേ, ഈ പൈപ്പിൻ്റെ നേരെ അടിയിൽ വണ്ടി കൊണ്ടുപോയി നിർത്തും ടാങ്കർ. എന്നിട്ട് അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യും. ഇവിടുന്ന് ടാങ്കർ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സംസമിന് കുപ്പി വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ 5 ലിറ്ററിൻ്റെ, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ 4 നമ്പർ വണ്ടി കിട്ടും. ഈ ടാങ്കർ ഫില്ല് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, ഇതായി കാണുന്ന സ്റ്റോപ്പ്. ഇവിടുന്ന് 4 നമ്പർ വണ്ടി കയറിയ 4 നമ്പറോ 5 നമ്പറോ കയറുകയാണെങ്കിൽ നേരെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പാണ് സംസം ഫാക്ടറി 28 നമ്പർ സ്റ്റോപ്പ്. അപ്പോൾ അതിലിറങ്ങുകയാണെങ്കിൽ നമുക്ക് സംസം ഔട്ട്ലെറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. തുറന്നണമെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. വാങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ സംസം ഫാക്ടറിൻ്റെ സ്റ്റോപ്പിൽ എത്തിന് കേട്ടോ. സംസം ഫാക്ടറി 28 ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് വന്ന ബോർഡ് കാണാൻ പറ്റും, സംസം ബോട്ട് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്ന്. എന്നിട്ട് റൈറ്റിലേക്ക് ഒരു ആരോ കൊടുത്തിട്ടുണ്ടോ. നമുക്ക് അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ദാ കാണുന്നത് കണ്ടോ, 2 വഴി കാണാം. ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും. ഈ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് സംസം ഫാക്ടറിൻ്റെ എൻട്രി. ഈ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മെഷീൻ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഇക്കാമ നമ്പർ അടിക്കണം. ഈ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രിൻ്റ് കിട്ടും. ഈ പ്രിൻറ്റും കൊണ്ടാണ് നമുക്ക് പൈസ ബില്ലടയ്ക്കുന്നിടത്തേക്ക് പോകാനുള്ളത്. നമ്മൾ ഈ കൗണ്ടറിന് ക്യാഷ് പേ ചെയ്തിരുന്നു കേട്ടോ. 9.75 റിയാലാണ്. അപ്പോൾ ഈ QR കൊണ്ടുപോയിട്ട് അവിടെ സ്കാൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സംസം ബോട്ടിൽ കിട്ടുക. ഇതിൽ നമ്പറുണ്ട് കേട്ടോ. അപ്പോൾ ആ നമ്പറിൻ്റെ അവിടെ പോയാലേ സാധനം കിട്ടുക.
ഇതിൽ കാണാൻ പറ്റും നമ്പർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കൗണ്ടറിൽ പോയിട്ട് സ്കാൻ ചെയ്താൽ സാധനം കിട്ടും. ഇത്ര പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ സംസം വാങ്ങി ഇനി പോകേണ്ടത് ജബൽ സൗറിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ അതേ സ്റ്റോപ്പ് ഉണ്ടല്ലോ, സംസം ഫാക്ടറി 28 പറഞ്ഞ സ്റ്റോപ്പ്. ആ സ്റ്റോപ്പിൽ അവിടെ എത്തിയിട്ട് നമുക്ക് 4 നമ്പർ കയറിയാൽ ജബൽ സൗറിന് സ്റ്റോപ്പ് എത്തും. നമുക്ക് അവിടെ ഇറങ്ങാം. ഞങ്ങളിനി പോകുന്നത് ജബൽ സൗറിലേക്കാണ് കേട്ടോ. അപ്പോൾ മൊത്തം എടുത്ത് കഴിഞ്ഞപ്പം വീഡിയോ ചെറുതായിട്ട് ലെങ്ത്ത് കൂടിയൊന്നൊരു സംശയം. അപ്പോൾ ഞാൻ ഏതായാലും ഇത് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.